നമ്മൾ ഉന്നത മൂല്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിന്റെ മുമ്പ് ആരും എത്തരുത്, നീ ആദ്യം എത്തണം എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അങ്ങ് ചെയ്തേക്ക്. അതാണ് ഇപ്പൊ ഈ വരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനിത് ആദ്യം ചെയ്യട്ടെ. അങ്ങനെയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വിലപിടിപ്പുള്ളത്. 2 മണിക്കൂർ ക്യൂ നിന്ന് കിട്ടിയ നോട്ട്, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ അതൊക്കെ തന്നെയാണ് ഈ പറയണത്. അല്ല പൊളിഞ്ഞതും കീറിയതൊക്കെ ഉണ്ട്, അതിനെ പറ്റിയല്ല. അള്ളാഹുലേക്ക് ഓടി വരാന്ന് പറഞ്ഞാൽ അതതിന്റെ അർത്ഥം. അത്ര കഷ്ടപ്പെട്ട് റബ്ബേ ഞാൻ ആ ചോറ് കൂടി വയ്ക്കാതെയാണ് നിന്നത്. ആ നൃത്തത്തില് കൗണ്ടറിൽ എത്തുമ്പോഴാ പറയണത് പൈസ തീർന്നില്ല, അങ്ങനെ കിട്ടിയ 2000-ന്റെ നോട്ടാ. അതൊക്കെ കൊടുത്താണ്ടല്ലോ ജിഹാദ് ചെയ്ത കൂലിയാകാരെന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. തപ്പി നോക്കി എന്തെങ്കിലും വീണിട്ടുണ്ടോന്ന് ഞാനീ പറഞ്ഞ പോലത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് ആദ്യം എത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? എങ്കിൽ അങ്ങനെയാവട്ടെ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം കേൾക്കുന്നു, അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവരെ കാണുമ്പോണ്ടോ? മഹാന്മാർ പറയും, ഇബാദത്ത് ചെയ്യാൻ ഒരു ഉന്മേഷമൊന്നുമില്ലെങ്കിൽ നല്ല മഹത്തുക്കളുടെ മുഖത്ത് പോയി ഒന്ന് നോക്കിയിട്ട് വാങ്ങി. നമുക്കങ്ങനെ കഴിയുന്നൊരു ഭാഗ്യമാണ്. മഹത്തുക്കളായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം ചെന്ന് സന്ദർശിക്കുക, അവരോട് സലാം പറയാ, അവര് സിയാറത്ത് ചെയ്യുക. ജീവിതകാലത്ത് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവരവിടെ കിടക്കുന്നുണ്ടല്ലോ. ആ മഹത്തുക്കളെ പോയി ചെന്ന് സലാം പറയാ. ആ മഹത്തുക്കളുടെ പുണ്യം, അവർ ചെയ്ത മഹത്വം, ഇതൊക്കെ ഒരുപാട് നമ്മിലേക്ക് പകരാനും കിട്ടാനും ഇത് വലിയ സൗഭാഗ്യമാണ്. ഉലമാ പറയാണ്, അത്തരം ആളുകളൊന്നും പിന്നെ അധികം കാണാനില്ലല്ലോ. മുഖത്തേക്ക് നോക്കുമ്പോൾ ഈമാൻ തുളുമ്പുന്ന ആളുകൾ കുറവാണ്. ഇല്ലാന്ന് പറഞ്ഞൂടാ, ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മഹത്തുക്കളുടെ ചരിത്രം കേൾക്കുക. അവരെ കാണാൻ പറ്റുന്നില്ല, അവരുടെ ചരിത്രം കേൾക്കുക. അപ്പൊ നമുക്കൊരു ഉന്മേഷം വരും, അവരെ പോലെ ആവണമെന്നൊരു കൊതി വരും. അതുകൊണ്ട് നമ്മുടെ ആബിദീങ്ങളിൽപ്പെട്ട മഹത്തുക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, لو أن رجلا سمع برجل هو أسرع لله منه فمات ذلك الرجل غما. ഒരാൾ മറ്റൊരാളെ സംബന്ധിച്ച് കേൾക്കുന്നു, അയാൾ എന്നെക്കാളും അള്ളാഹുവിലേക്ക് അടുത്ത ആളാണ്, അദ്ദേഹം ചെയ്യുന്ന നന്മ. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കേൾക്കുന്നു, അവൾ തന്നെക്കാളും ഇബാദത്ത് ചെയ്യുന്ന പെണ്ണാണ്. ഇത് കേൾക്കുമ്പോ സങ്കടപ്പെട്ടിട്ട് അങ്ങോട്ട് മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസ് നേടാൻ പോകുന്ന ഒരാൾക്ക് സ്വർഗം കിട്ടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. അങ്ങനെ സങ്കടപ്പെട്ടങ്ങ് മരിച്ചു എന്ന് വിചാരിക്കാം, ഇത് കുഴപ്പമില്ല. ആ സങ്കടത്തിൽ പോലും ഒരു മാന്യത ഉണ്ട്, ആ മരണത്തിൽ പോലും ഒരു അഭിമാനമുണ്ട്. എന്തേ? എന്നെ കൊണ്ടായില്ലല്ലോ എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ. അതുകൊണ്ടാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ കണ്ട സ്വപ്നം വന്ന് പറഞ്ഞു, മാലിക് ഇബ്നു ദീനാർ എന്നവരെ, ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മളിങ്ങനെ ഒരു മജ്ലിസിലിരിക്കുകയാണ്, ഒരു ഇൽമിന്റെ മജ്ലിസിലിരിക്കുകയാണ്. അപ്പോ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല സയ്യിദുസ് സാദഹ്, മഹത്തുക്കളുടെ നേതാവാണ്. അവിടെ ഇരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ എന്ന് ഒരാൾ വന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. മുഹമ്മദ് ബിൻ വാസിഅ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാതെ ആരും ആ കൂട്ടത്തിൽ എഴുന്നേൽക്കാനുണ്ടായില്ല. അങ്ങോട്ട് കേട്ടപ്പോഴേക്കും മാലിക് ഇബ്നു ദീനാർ എന്നവർ ബോധം കെട്ടു വീണതാണ്. ആ സദസ്സിൽ, ഞാൻ അടക്കമിരിക്കുന്ന സദസ്സിൽ, മുഹമ്മദ് ബിൻ വാസിഅ് റഹ്മത്തുള്ളാഹ്, ആ മഹാനല്ലാതെ ആരും എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞപ്പോ റബ്ബേ, മുഹമ്മദ് ബിൻ വാസിഅ് കാന അസ്റഅ ഇലല്ലാഹ്, തന്നെക്കാളും അല്ലാഹുവിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെടുത്ത മഹാനായുള്ള റബ്ബേ, ആ സങ്കടത്തിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവർ തന്നെ കൊണ്ടതായില്ലല്ലോ എന്ന സങ്കടമാണ്. അസൂയല്ല അത്, അല്ലെങ്കിൽ അത് ഗിബതത്താണ്, നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ബോധം കെട്ടുകൂടുന്നതാണ്. ചിലർ പറഞ്ഞില്ല, ഞാൻ 6 മാസം കൊണ്ട് ഖുർആൻ ഹിഫ്ദ് ചെയ്തു. ചിലർ പറഞ്ഞു എനിക്ക് 1 കൊല്ലം എടുത്തുള്ളൂ, ചിലർ എനിക്ക് 3 മാസം എടുത്തിട്ടുള്ളൂ. അതൊക്കെ കാണുമ്പോ, കേൾക്കുമ്പോ, അറിയുമ്പോ എന്തെന്നില്ലാത്തൊരു കൊതി എനിക്കും എന്നൊരാഗ്രഹം വരുന്നുണ്ടോ? അത് വരണം. മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാതെ
ആ സദസ്സിൽ നിന്ന് അർറഹീൽ അർറഹീൽ, സ്വർഗത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ എന്ന് വിളിച്ചപ്പോ മുഹമ്മദ് ബിൻ വാസി എന്നവരെ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കഥ മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാ മാലിക് ബിൻ ദിനാർ എന്ന പ്രബോധം കിട്ടി വീഴുകയാണ്. ഒട്ടും കുറവല്ലല്ലോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സാനി ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ, താൻ കല്യാണം കഴിച്ചത് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവിന്റെ മോളെയാണ്. ഫാത്തിമ എന്നവരുടെ പേര്. എന്നോട് പറഞ്ഞു, ഫാത്തിമ ഇന്നലീ നഫ്സൻ സവാഖ, ഫാത്തിമ എനിക്ക് വല്ലാത്ത ആഗ്രഹമുള്ള ഒരു ശരീരമാണ് എന്റേത്, വലിയ വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കണമെന്ന ആഗ്രഹമുള്ള ശരീരമാണ് എന്റേത്. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കുടുംബം രാജകുടുംബമല്ല. ഫാത്തിമ, അന്ന് ഞാനൊരു ചെറുപ്പക്കാരനായി നടക്കുമ്പോ എന്റെ മനസ്സിലുണ്ടായ ആഗ്രഹം, രാജാവിന്റെ മോളായ നീ പ്രിൻസസ് ആണ് അല്ലെ, രാജകുമാരിയാണ്, നിന്നെ കല്യാണം കഴിക്കണം എന്നാണ് അന്ന് എന്റെ മനസ്സിൽ ആദ്യം തോന്നിയ തോന്നൽ. അത് നടന്നു, നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്. ഇനി പറയാനുള്ളത് കൂടെ കേൾക്കണേ ചെറുപ്പക്കാരെ, ഞാൻ അത് ഫോളോ ചെയ്യാൻ പോകണമെന്ന് ചാടിച്ചു പോകാൻ നിൽക്കണ്ടേ. ചിലർ അങ്ങനെയാണ് ഇപ്പൊ ആലോചിക്കുന്നത്. പെണ്ണിനെ കല്യാണം കഴിക്കാൻ ജീവിതത്തിലെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വാപ്പ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നാട്ടുകാർ മൊത്തം കൂടി അടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കണം. ആ ഭ്രാന്തിനെ പറ്റിയല്ലേ ഈ പറയുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഉന്നത ലക്ഷ്യം മനസ്സിൽ കണ്ട് പ്രവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് തോന്നി മുസ്ലിമീങ്ങളുടെ ഖലീഫയാവണമെന്ന്. കാരണം കടുത്ത പരാക്രമങ്ങളും അഴിമതിയും നടക്കുന്ന കാലമാണെന്ന്. അമവി ഭരണകൂടം ഒന്നാകെ നാശത്തിലായ കാലം. ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഉമ്മത്തിന് മാതൃക കാണിക്കണം, സ്വഹാബത്തിന്റെ ഖിലാഫത്ത് തിരിച്ചുകൊണ്ടുവരണം. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഇന്ന് ഖലീഫത്തുൽ മുസ്ലിമീനാണ്. ഫാത്തിമ, എന്റെ നഫ്സ് ഇനിയും കൊതിക്കുകയാണ്. വനഫ്സി തഷ്താഖു ഇലൽ ജന്ന, എന്റെ ശരീരം ഇനി സ്വർഗം കിട്ടണമെന്ന് കൊതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാത്തിമ, ഞാനിനി പ്രവർത്തിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. നോക്കണം, ഓരോ പടിപടിയായി സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പോവാണ്. അപ്പോഴാണ് മഹാനവറുകളുടെ ഒരു മൗലാത്ത്, അവിടുത്തെ ഒരു ഖാദിമത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, ഞാൻ കണ്ട ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ്. സ്വപ്നം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ സ്വപ്നം എന്നറിയോ? സിറാത്ത് പാലം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. അതിന്റെ മീതെ എല്ലാവർക്കും പോകാനുണ്ടല്ലോ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, എല്ലാവർക്കും അതിന്റെ മീതെ പോകണം. താഴെ നരകമാണ്, അതിനപ്പുറത്താണ് സ്വർഗം. അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലത്തിന്റെ അരികത്ത് നിന്ന് ഓരോ ഉമ്മത്തിയും കയറുമ്പോ അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറയും നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് പറഞ്ഞ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഹബീബിന്റെ ആ ഒരു ശഫാഅത്തും നാളെ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ആയവരെ, നുസിബ സിറാത്ത് എന്ന പാലം അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. ജനങ്ങൾ ആ നരകത്തിന്റെ മീതെയുള്ള പാലത്തിലൂടെ ഓരോരുത്തരായി നടക്കുന്നു. വറഅയ്തു ഉനാസൻ യതസാഖതൂന ഫീഹാ, ആ തീയിലേക്ക് ഓരോരുത്തരായി താഴെ വീഴുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു. വറഅയ്തുക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളെ ഞാൻ കണ്ടു. വലഖദ് ജീഅ ബിക്, നിങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പെണ്ണിന് ചരിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, കണ്ട സ്വപ്നം മുഴുവനായി പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബോധരഹിതരായി വീണുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ
നിങ്ങളെ കൊണ്ടുവന്നു അങ്ങോട്ട്. ആദ്യം പറഞ്ഞു ഓരോരുത്തരെയും സിറാത്തിൽ കൊണ്ടുവന്ന് ഓരോരുത്തരും സിറാത്തിൽ നിന്ന് താഴെ വീഴുന്നത് ഞാൻ കണ്ടു. വജീഅബിക, നിങ്ങൾ അവിടെ കൊണ്ടുവന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമീറുൽ മുഅ്മിനീനെ. വഖദ് ജീഅബിക്, നിങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നടന്നത് എന്താണെന്ന് പറയാൻ അത് കേൾക്കാൻ ഉണ്ടായില്ല. മഹാനവറുകൾ ബോധരഹിതരായി വീടുപോയിട്ടുണ്ട്. ഈ പെണ്ണ് കാതിൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു, റഅയ്തുക വല്ലാഹി ഖദ് നജൗത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ രക്ഷപ്പെട്ടതാണ് ഞാൻ കണ്ടത്. റഅയ്തുക വല്ലാഹി ഖദ് നജൗത്, നിങ്ങൾ രക്ഷപ്പെട്ടതാണ് ഞാൻ കണ്ടത്, നിങ്ങൾ വീണിട്ടില്ല. അത് പറയാൻ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ബോധം കിട്ടും, റബ്ബേ സിറാത്തിൽ എന്നെ കൊണ്ടുവന്നോ, നിങ്ങളെയും കൊണ്ടുവന്ന് അവിടെ നടക്കാൻ എന്ത് സംഭവിക്കും റബ്ബേ എന്ന് പേടിച്ച് ബോധരഹിതനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ എത്ര ചരിത്രങ്ങളും എത്ര അനുഭവങ്ങളും എന്തെല്ലാം ഹദീസുകളും നമ്മൾ കേൾക്കുന്നവരാണ്. നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ഒരു അനക്കവും ഒരു തട്ടലും ഒരു തേങ്ങലും നമ്മുടെ ഖൽബിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, വഅഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശാ, റബ്ബേ പേടില്ലാത്ത ഹൃദയം എനിക്ക് തരല്ലേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.